ചിന്തകൾക്ക് ജീവൻ നൽകാനും ജീവനെ എടുക്കാനും കഴിയും. നല്ല ചിന്തകൾ ഒരു മനുഷ്യനെ പ്രതീക്ഷയിലേക്കും ധൈര്യത്തിലേക്കും സൃഷ്ടിയിലേക്കും നയിക്കും. അതേസമയം ഭയം, അസൂയ, നിരാശ തുടങ്ങിയ ചിന്തകൾ മനസ്സിന്റെ സമാധാനവും ജീവിതത്തിന്റെ പ്രകാശവും മങ്ങിച്ചു കളയും. ഒരിക്കൽ ഒരു ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, ഗുരു, താങ്കൾ എപ്പോഴും പറയാറുണ്ടല്ലോ നാം ഓരോരുത്തരും നമ്മുടെ ചിന്തകളുടെ ഫലമാണെന്ന്. ഒന്ന് കാണാൻ പോലും സാധിക്കാത്ത ഈ ചിന്തകൾക്ക് മനുഷ്യന്റെ ജീവിതത്തിൽ അത്രത്തോളം സ്വാധീനം ചെലുത്താൻ പറ്റുമോ? ശിഷ്യനെ നോക്കി ശാന്തമായി പുഞ്ചിരിച്ചുകൊണ്ട് ഗുരു പറഞ്ഞു, തീർച്ചയായും ഓരോ മനുഷ്യനും അവന്റെ ചിന്തകളുടെ ആകത്തുകയാണ്. ചിന്തകൾക്ക് ജീവൻ നൽകാനും ജീവൻ എടുക്കാനും കഴിയും. അത് വ്യക്തമായി മനസ്സിലാക്കാൻ ഞാൻ ഒരു വ്യാപാരിയുടെ കഥ പറയാം. ഒരിക്കൽ ഒരിടത്ത് സമ്പന്നനായ ഒരു വ്യാപാരി ഉണ്ടായിരുന്നു. എത്ര തലമുറകൾ ഇരുന്ന് തിന്നാലും തീരാത്തത്ര സ്വത്തുണ്ടായിട്ടും അയാൾക്ക് രാത്രിയിൽ ഉറക്കണ്ടായില്ല. ഇനി എങ്ങനെ പണമുണ്ടാക്കാമെന്ന ചിന്ത മാത്രമായിരുന്നു ആ മധ്യവയസ്കന്. അങ്ങനെ ഇരിക്കെ ഒരു രാത്രി അയാളുടെ വീട്ടിൽ അതിഥിയായി എത്തിയ ഒരു സുഹൃത്ത് പങ്കുവച്ച ഒരു വാർത്ത അയാളുടെ ജീവിതം തലകീഴായി മറിച്ചു. സുഹൃത്തെ, താങ്കളെ പോലെ തന്നെ വലിയൊരു സമ്പന്നൻ ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു. യാതൊരു അസുഖം ഉണ്ടായിരുന്നില്ല, നല്ല ആരോഗ്യമുള്ള ആളായിരുന്നു. പക്ഷെ അയാൾ ഇന്നലെ വഴിക്കൂടെ നടന്നു പോകുമ്പോ പെട്ടെന്ന് തളർന്നു വീണ് മരിച്ചുപോയി എന്ന് പറഞ്ഞു. ആ വാർത്ത കേട്ടപ്പോ വ്യാപാരിയുടെ നെഞ്ചിലൊരു ഇടുത്തി വീണ പോലെയായി. അസുഖം വന്നാലോ വാർദ്ധക്യത്തിലോ മാത്രമേ മരണം വരൂ എന്ന് വിശ്വസിച്ച് സമാധാനമായിട്ട് നടന്നിരുന്ന അയാൾക്ക് അതൊരു സമാധാനക്കേടായി, ഒരു ഞെട്ടലായി. അസുഖമില്ലാത്ത അയാൾക്ക് പെട്ടെന്ന് മരിക്കാമെങ്കിൽ നാളെ തനിക്കോ അത് സംഭവിച്ചൂടെ? പിറ്റേന്ന് അതിഥി മടങ്ങിപ്പോയെങ്കിലും അയാൾ കൊളുത്തിവിട്ട ആ ചിന്ത വ്യാപാരിയുടെ മനസ്സിൽ ഒരു കാട്ടുതീ പോലെ പടർന്നു. ഞാൻ എപ്പോ വേണമെങ്കിലും മരിച്ചേക്കാം, എന്റെ ഈ സമ്പാദ്യമെല്ലാം മറ്റാരൊക്കെയോ കൊണ്ടുപോകും. ഈ ഒരു ആകുലത രാവും പകലും അയാൾ വേട്ടയാടി. രാത്രികളിൽ ഉറക്കം നഷ്ടപ്പെട്ട അയാൾ ഇരുട്ടിൽ കിടന്ന് സ്വന്തം ഹൃദയമിടിപ്പ് പേടിയോടെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ചെറിയൊരു നെഞ്ചിടിപ്പ് കൂടുമ്പോഴേക്കും ശ്വാസം എടുക്കാൻ അല്പം ബുദ്ധിമുട്ട് തോന്നുമ്പോഴേക്കും അയാള് മരണം വരികയാണോ എന്ന് പേടിച്ചിട്ട് പേടിച്ചുണർന്നു. അങ്ങനെ ജീവൻ പോവോന്നുള്ള ഭയം കൊണ്ട് തന്റെ സമ്പത്തിന്റെ കണക്ക് പുസ്തകങ്ങൾ നോക്കി അയാൾ പൊട്ടിക്കരഞ്ഞു. സമ്പത്ത് നേടാൻ മാത്രം ഓടി നടന്നിരുന്ന ആരോഗ്യവാൻ വെറും ദിവസങ്ങൾക്കുള്ളിൽ ക്ഷീണിതനായി കിടപ്പിലായി. ഒരു അസുഖവും ഇല്ലാണ്ടിരുന്നിട്ടും ആ മരണഭയം അയാളെ യഥാർത്ഥത്തിൽ മരണത്തിന്റെ വക്കിലെത്തിച്ചു. അയാളുടെ ഈ ദയനീയാവസ്ഥ അറിഞ്ഞിട്ട് ഒരു സന്യാസി അവിടെ എത്തി. മരിക്കാറായ ഒരാളെ പോലെ കിടക്കുന്ന വ്യാപാരിനെ കണ്ടിട്ട് ഈ സന്യാസി ചോദിച്ചു, താങ്കൾക്ക് എന്തു പറ്റി? കുറച്ചു നാൾ മുമ്പ് വരെ ഒരു കുഴപ്പമുണ്ടായില്ലല്ലോ, നല്ല ആരോഗ്യവാനായിരുന്നല്ലോ, എന്താ പറ്റിയെന്ന് ചോദിച്ചു. അപ്പൊ കരഞ്ഞുകൊണ്ട് വ്യാപാരി പറയുകയാണ്, ഗുരു, എനിക്ക് മരിക്കാൻ പേടിയാണ്, ഞാൻ എപ്പോ വേണമെങ്കിലും മരിച്ചു പോവും, എന്റെ ഈ സമ്പത്തൊക്കെ ഉപേക്ഷിച്ചു പോവാൻ എനിക്ക് പറ്റില്ല. ഇത് കേട്ട് ഒരു ചെറുചിരിയോടെ സന്യാസി പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ നിങ്ങൾക്ക് ഒരു അത്ഭുത മന്ത്രം ഉപദേശിച്ചു തരാം. ഈ മന്ത്രം ദിവസവും രാവും പകലും മനസ്സിൽ ജപിച്ചുകൊണ്ടിരുന്നോളൂ. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വരുമ്പോ നിങ്ങള് പരിപൂർണ ആരോഗ്യവാനായിട്ടുണ്ടാവും. വ്യാപാരി ആകാംക്ഷയോടുകൂടി ചോദിച്ചു, എന്താ ഗുരു മന്ത്രം? സന്യാസി പറഞ്ഞു, മരിക്കുന്നവരെ ഞാൻ സന്തോഷത്തോടെ ജീവിക്കും. മരണത്തെ തോൽപ്പിക്കാൻ സന്യാസി നൽകിയ ആ മന്ത്രം വ്യാപാരി രാവും പകലും ഉരുവിട്ടു. ഒരാഴ്ചയ്ക്ക് ശേഷം സന്യാസി തിരികെ എത്തുമ്പോ അത്ഭുതം എന്ന് പറയട്ടെ, കിടക്കയെന്ന് എഴുന്നേറ്റ് പഴയതിലും ഊർജ്ജസ്വലനായി നിൽക്കുന്ന വ്യാപാരിനെയാണ് കണ്ടത്. അയാൾക്ക് മരണഭയം പൂർണ്ണമായും മാറിയിരുന്നു. കഥ നിർത്തിയ ശേഷം ഗുരു തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ സന്യാസി നൽകിയ വാക്കുകളില് എന്തെങ്കിലും മാന്ത്രിക ഉണ്ടായിരുന്നു എന്ന്? ശിഷ്യന്മാര് നിശബ്ദരായിരുന്നപ്പോ ഗുരു പറഞ്ഞു, ഇല്ല, അതൊരിക്കലും ഒരു മന്ത്രമൊന്നും ആയിരുന്നില്ല. മരണത്തെക്കുറിച്ചുള്ള ഭയപ്പെടുത്തുന്ന ചിന്തകൾക്ക് പകരം സന്തോഷത്തോടെ ജീവിക്കും എന്ന പ്രതീക്ഷാനിർഭരമായ ചിന്തകളെ അയാളെ സ്വന്തം മനസ്സിലേക്ക് കടത്തിവിടുകയാണ് ചെയ്തത്. നേരെ മറിച്ച് മരണചിന്തയിൽ തന്നെ തുടർന്നിരുന്നുവെങ്കിൽ ഏത് നിമിഷം അയാള് മരിച്ചുപോയേനെ. എന്നാൽ ആ നല്ല ചിന്തകൾ അയാളുടെ ശരീരത്തിന് വീണ്ടും ജീവൻ കൊടുത്തു. അയാളെ കൊല്ലാൻ ഒരു അസുഖവും വന്നിരുന്നില്ല അല്ലെ, അതിനെ വെറും ഒരു ചിന്ത മാത്രം മതിയായിരുന്നു. അതുപോലെ തന്നെ മരണക്കിടക്കയിൽ നിന്ന് അയാളെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും ഒരു മരുന്നും വേണ്ടി വന്നില്ല, ഒരു മന്ത്രവും വേണ്ടി വന്നില്ല, അതിന് ഒരു ചിന്ത മാത്രം മതിയായിരുന്നു. ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ മനസ്സാണ് മനുഷ്യന്റെ സുഹൃത്തും ശത്രുവും. നമ്മൾ ഏത് ചിന്തകളെ പോറ്റുന്നു എന്നതിലാണ് നമ്മുടെ ജീവിതത്തിന്റെ ദിശ ഒളിഞ്ഞിരിക്കുന്നത്. ഒരു വിത്ത് പോലെയാണ് ഓരോ ചിന്തയും. അത് സ്നേഹത്തോടെ നട്ടാൽ വൃക്ഷാവും, വിഷമായി വളർത്തിയാൽ നിഴലും നഷ്ടാവും. ഓരോ ദിവസവും
മനസ്സിനോട് ചോദിക്കുക, ഇന്ന് ഞാൻ വളർത്തുന്നത് വെളിച്ചമാണോ അതോ ഇരുട്ടാണോ എന്ന്.